ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട 3 നോട്ടിഫിക്കേഷൻസ് ആണ് RRB പുറത്തോട്ടുള്ളത്. RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ്, RRB NTPC ഗ്രാജുവേറ്റ്, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം. 2025 3 പ്രധാനപ്പെട്ട വാക്കൻസീസ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ്. 3ഉം കൂടെ കൂട്ടിയാൽ ഏകദേശം 11,500ഓളം ഒഴിവുകൾ അല്ലേ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസിൻ്റെ ഇതുമായിട്ട് അനുബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുട്ടികൾ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്നായിരിക്കും പരീക്ഷ? നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആണ്, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോണിൻ്റെയും പോസ്റ്റിൻ്റെയൊക്കെ വീഡിയോ നോക്കിക്കൊണ്ട് ഏതാണ് തനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ള സോൺ എന്ന് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആണ് അല്ലേ. പല കുട്ടികൾക്കും ഉള്ളൊരു സംശയമാണ്, എപ്പോഴായിരിക്കും പരീക്ഷ, എത്ര നാൾ എനിക്ക് പഠിക്കാനായിട്ട് കിട്ടും, ഞാൻ പഠിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ എക്സാമിന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുമോ തുടങ്ങിയ സംശയങ്ങൾ അല്ലേ. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടൊരു ഉത്തരം RRBയുടെ കൈവശവും ഇല്ല. RRBയും നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 2024 തൊട്ട് മുന്നത്തെ വർഷം നമുക്കറിയാം, ഇപ്പോൾ എല്ലാ വർഷവും RRB കലണ്ടർ എക്സാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 2024 കണ്ടക്ട് ചെയ്തിട്ടുള്ള പരീക്ഷകളുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഡേറ്റുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും പരീക്ഷകൾ അല്ലെങ്കിൽ എപ്പോഴായിരിക്കും പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്കൊരു ലോജിക്കലായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാം, NTPC ഗ്രാജുവേറ്റ് എക്സാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം, ഈ 3 പരീക്ഷകളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. മുൻകാല വർഷത്തെ ഈ പറയുന്ന എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. പക്ഷെ ഏറ്റവും നല്ല ഒരു സിനാരിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെട്ട് അത്രയും ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അതിലേറ്റവും ആദ്യത്തെ പരീക്ഷ. അതിന് മുന്നേ നമ്മുടെ പുതിയ 3 ബാച്ചുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് GK മാസ്റ്റർ ബാച്ചാണ്. നിങ്ങൾക്ക് GK മാത്രമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ജൂനിയർ എഞ്ചിനീയർ എക്സാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. NTPC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പുതിയ ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എല്ലാം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് വിലയിരുത്തി, നമ്മുടെ അപ്ഡേറ്റുകൾ കണ്ട് വിലയിരുത്തി, നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടന്റുകൾ തരുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ, ഈ വർഷം തന്നെ റെയിൽവേയിൽ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാച്ചിൻ്റെ ഭാഗമായി, ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി നമുക്ക് ഈ വർഷം തന്നെ റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ജൂനിയർ എഞ്ചിനീയർ എക്സാം 2025. അപ്പോൾ ഞാൻ 2024 എക്സാമിനേഷൻ ഡേറ്റുകളും 2025 അത് പ്രകാരം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ 2024 നോട്ടിഫിക്കേഷൻ്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 27 ജൂലൈ 27, 2024 നോട്ടിഫിക്കേഷൻ കണ്ടക്ട് ചെയ്ത് ഞാൻ വന്നിരുന്നത്. 120 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസം 30 ദിവസമാണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ടയർ 1 എക്സാമായി. ഡിസംബർ 6 മുതൽ ഡിസംബർ 13 വരെയായിരുന്നു ഒന്നാമത്തെ ഘട്ടം. അത് കഴിഞ്ഞ് 138 ദിവസമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്, ടയർ 2 എക്സാമിന് വേണ്ടി കിട്ടിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇട്ട് ടയർ 1 എക്സാമിന് കിട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ദിവസം എന്തിനു വേണ്ടി കിട്ടി, ടയർ 2 എക്സാമിനേഷന് വേണ്ടി കിട്ടി. അതിനുശേഷം ജൂലൈ 2 ജൂലൈ 22 എന്ത് ചെയ്തു, CBT 2 റിസൾട്ട് വന്നു. ഞാനിവിടെ 138 എന്നുള്ളത് ഒരു യെല്ലോ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒക്ടോബർ 31. ഒക്ടോബർ മുന്നേ തന്നെ 30 മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിരിക്കുന്ന ഡേറ്റ് ആണ് ഒക്ടോബർ 31, 2025 എന്ന് പറയുന്നത്. ഓക്കെ, 120 ദിവസമാണ് കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിലെ നിങ്ങൾ എക്സാം എക്സ്പെക്ട് ചെയ്യണം. ഫെബ്രുവരി മാസമോ മാർച്ച് മാസമോ ആയിട്ട് നിങ്ങൾ എക്സാം എക്സ്പെക്ട് ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ടാവുള്ളൂ, മാക്സിമം കഴിഞ്ഞ വർഷത്തെ പോലെയാണെങ്കിൽ 120 ദിവസമേ ഉണ്ടായിരിക്കുള്ളൂ. ടയർ 2 എക്സാം 112 ദിവസമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 138 ദിവസം കിട്ടി, പക്ഷെ 112 ദിവസമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 112 ദിവസം ഞാൻ ഇവിടെ കൊടുക്കാൻ കാരണം മറ്റൊരു പരീക്ഷയാണ്. ഏതാണ് പരീക്ഷ? NTPC ഗ്രാജുവേറ്റ് ലെവൽ
CBT2 എക്സാം 2024. NTPC ഗ്രാജുവേറ്റ് ലെവൽ ടയർ 2 എക്സാം. അപ്പോൾ NTPCയുടെ CBT1 എക്സാമും NTPC ഗ്രാജുവേറ്റിൻ്റെ CBT1 എക്സാമും CBT2 എക്സാമും തമ്മിൽ 112 ദിവസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT1 2024, CBT2 2024. എക്സാം കണ്ടക്ട് ചെയ്ത് 2025 ഞാൻ നോട്ടിഫിക്കേഷൻ്റെ ഇയർ ആണ് 2024 എന്നുള്ളതുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിലുള്ള ദിവസം 112 ദിവസമാണ്. ആ ഡേറ്റ് ആണ് ഞാനിവിടെ, അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 112 ദിവസങ്ങൾ കൊണ്ട് ടയർ 2 കണ്ടക്ട് ചെയ്യാമെന്ന് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലൂടെ RRB പ്രൂവ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ചുരുങ്ങിയത് നമുക്ക് എത്ര കിട്ടും? 112 കിട്ടും. മുകളിൽ കിട്ടിയാൽ ബോണസ്. നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കിട്ടാൻ പോകുന്ന ദിവസമായിരിക്കണം. എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കേണ്ട ടാർഗറ്റ് അത്രയായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ടയർ 1-ന് 120 അത് JEE-യുടെ ഡേറ്റ് ആണ്. 120 ദിവസമാണ് JEE-യുടെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് RRB കഴിഞ്ഞ വർഷം കൊടുത്തത്. 120 ദിവസങ്ങളിൽ ടയർ 1 എക്സാം അവർ കണ്ടക്ട് ചെയ്തു. അത് ടൈം ബൗണ്ട് ആയിട്ട് അവർ കണ്ടക്ട് ചെയ്തു. ടൈം ബൗണ്ട് ആയിട്ട് തന്നെയാണ് 138 ദിവസം എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല. പക്ഷെ അതിനേക്കാൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർ എന്ത് കണ്ടക്ട് ചെയ്തിരുന്നു? NTPC ഗ്രാജുവേറ്റ് ലെവൽ CBT2 എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ട് ഞാൻ ആ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ടയർ 1 എക്സാം നിങ്ങൾ ഫെബ്രുവരി മാസത്തിലും ടയർ 2 എക്സാം നിങ്ങൾ ജൂൺ മാസത്തിലും എക്സ്പെക്ട് ചെയ്യുക. 1 ഇയർ കൊണ്ട് തന്നെ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം RRB നോക്കും. കഴിഞ്ഞ വർഷം 1 ഇയർ കൊണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ ഈ വർഷം അതുപോലെ തന്നെയായിരിക്കും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. കഴിഞ്ഞ വർഷം CGL, CHSL തുടങ്ങിയ പരീക്ഷകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് D പോലുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഡേറ്റ് മാറ്റിവെക്കൽ, ALPയിൽ പുതുക്കിയ വേക്കൻസീസ് വരുന്നു, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പുതുക്കിയ വേക്കൻസീസ് വരുന്നു. ആദ്യമായിട്ട് ഒരു കലണ്ടർ ഇട്ട് എക്സാം നടത്തുന്നതിന്റെ പോരായ്മകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് 265 ദിവസങ്ങൾ കിട്ടി. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു ജൂനിയർ എഞ്ചിനീയർ എക്സാം അവർ എത്ര ദിവസം കൊണ്ട് കണ്ടക്ട് ചെയ്തതാണ്? 120 ദിവസം കൊണ്ട് കണ്ടക്ട് ചെയ്തതാണ്. സോ നിങ്ങൾ 120 ദിവസമേ മനസ്സിൽ വെക്കാവൂ. അതിൻ്റെ ഇരട്ടി ദിവസം കഴിഞ്ഞ വർഷം കിട്ടി. കഴിഞ്ഞ വർഷം എക്സാം എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ അത്രയും സമയം കിട്ടി. നല്ല വൃത്തിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ജോലിയിൽ കയറാമായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അവർ ടയർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. ടയർ 2 ക്ലിയർ ചെയ്യുന്ന ഉറപ്പുള്ള കുട്ടികളും നമ്മുടെ കുട്ടികൾ തന്നെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് 120 ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പാകത്തിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കിയാൽ മാത്രമാണ് ഈ കുറഞ്ഞ വേക്കൻസിയിൽ കൂടിയ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? ഇനി കഴിഞ്ഞ വർഷത്തെ ടയർ 1-നും ടയർ 2-നും ഇടയിലുള്ള ദിവസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ. 112 ദിവസമേ കിട്ടിയുള്ളൂ. ജൂൺ 5 മുതൽ ജൂൺ 24, 2025 വരെ ആയിരുന്നു ടയർ 1 എക്സാം. ഒക്ടോബർ 13-നാണ് 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ ജൂൺ 24 തൊട്ട് ഒക്ടോബർ 13 വരെ 112 ദിവസമേ ഉള്ളൂ. ആ 112 ദിവസം തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടയർ 1 ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ, ടയർ 2 ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെയോ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും JEE-യും NTPC ഒരുമിച്ച് കണ്ടക്ട് ചെയ്യും. JEE-ക്ക് അതിന് മാത്രമുള്ള ഒരു നമ്പർ ഓഫ് അപ്ലിക്കൻസ് വരാറില്ല. കഴിഞ്ഞ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു 3-4 ദിവസം കൊണ്ട് അവർ JEE-യുടെ ടയർ 1 കംപ്ലീറ്റ് ചെയ്തു. NTPC കുറച്ച് സമയം എടുക്കും. പക്ഷേ JEE-ക്ക് ഒരു 3-4 ദിവസം വിൻഡോ വേണ്ടു. ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ഒരു വീക്ക് JEE-ക്ക് മാറ്റി വെച്ചാൽ ബാക്കി 3 വീക്ക് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? NTPC എക്സാം കണ്ടക്ട് ചെയ്യാം. അങ്ങനെ കണ്ടക്ട് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാവുന്നതാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ടെക്നീഷ്യൻ ഗ്രേഡ് 1, JEE, ഈ 4 പരീക്ഷകൾ, ആദ്യത്തെ 4 നോട്ടിഫിക്കേഷൻസ് ഇവര് ഈ പറഞ്ഞ പോലെ 2 മാസം കൊണ്ട്, 2 മാസം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ട് അവർ എന്ത് ചെയ്തു? കംപ്ലീറ്റ് അവർ എക്സാം കണ്ടക്ട് ചെയ്ത് തീർത്തിരുന്നു. അപ്പോൾ RRBക്ക് അത് കണ്ടക്ട് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ എപ്പോഴും മുന്നിൽ വെക്കേണ്ടത്, നിങ്ങളുടെ മുന്നിലുള്ള ദിവസം വെക്കേണ്ടത്, RRB മുൻപേ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ചുരുങ്ങിയ സമയം എത്രയാണ് RRB കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് അത് വേണം നിങ്ങൾ മനസ്സിൽ വെക്കാനായിട്ട്. ആ ഡേറ്റ് അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഡേയ്സേ നിങ്ങളുടെ മുന്നിലുള്ളൂ എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾ കടക്കുകയുള്ളൂ. RRB ആണ്. എക്സാം ചിലപ്പോൾ നീണ്ടു പോവാം. ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ കേസ് തന്നെ കണ്ടില്ലേ? ഗ്രൂപ്പ് ഡിയുടെ എക്സാം കേസ് കാരണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തിയെന്ന് വരാം. കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നാൽ ഉടനെ തന്നെ ചിലപ്പോൾ പരീക്ഷ കണ്ടക്ട് ചെയ്തെന്ന് വരാം അല്ലേ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമും ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഈ വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ ഇട്ടതിന് ശേഷം ഇതുവരെ എക്സാമിനെ പറ്റി യാതൊരു അപ്ഡേറ്റും ഇല്ല. കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട എക്സാം എന്നായിരിക്കും എന്നുള്ളത്. RRB യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്റെ ആ ഒരു ടൈം ഫ്രെയിം ഉള്ളത് കൊണ്ടായിരിക്കണം ALP ഗ്രേഡ് 1-ഉം ഗ്രേഡ് 3 ഒക്കെ അവർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കാര്യത്തിൽ
കേസിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ ALPക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും ഗ്രേഡ് 1നും പഠിക്കുന്ന കുട്ടികൾ നോക്കി വെച്ചോളൂ, ഉടനെ തന്നെ നിങ്ങളുടെ പരീക്ഷ ഉണ്ടായിരിക്കും. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ മാസമോ അല്ലെങ്കിൽ നവംബർ അവസാനം ആകുമ്പോഴേക്കും ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെയും. ഓക്കെ, അപ്പോൾ NTPC ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ടൈം ഫ്രെയിം ഇതാണ്. ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ മനസ്സിൽ വെക്കുക. അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ അവസ്ഥ എന്താണ്? അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും തമ്മിൽ ഒരാഴ്ചത്തെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നത്. ഈ വർഷവും അങ്ങനെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 321 ദിവസത്തോളം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ടയർ 1 പഠിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷത്തോളം കിട്ടി. 365 ദിവസമാണ് ഒരു വർഷം എന്ന് പറയുന്നത് അല്ലേ. 321 ഡേയ്സ് കിട്ടി. എത്ര പേര് അത് ഉപയോഗിച്ചു, എത്ര പേര് അതിനെ ഉഴപ്പിക്കളഞ്ഞു ആ അവസരം എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. വീണ്ടും ഒരവസരം മുന്നിൽ വന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ എക്സാം കടക്കാൻ പറ്റാത്തവർ, ചിലപ്പോൾ പഠിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം, ചിലപ്പോൾ പഠിച്ചത് ശരിയാവാഞ്ഞിട്ടായിരിക്കാം. ഇത്തവണ ആ അവസരം കളയാതിരിക്കുക. 321 അല്ല നിങ്ങളെ മനസ്സിൽ വെക്കേണ്ടത്, 120 ദിവസമാണ് മനസ്സിൽ വെക്കേണ്ടത്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, അതിന് മുന്നേ പരീക്ഷ നടക്കും. 321 ദിവസമൊന്നും ഈ വർഷം കിട്ടാനുള്ള സാധ്യത തീരെയില്ല കേട്ടോ. അപ്പോൾ 120 ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. 120 ദിവസത്തെ ഒരു പ്ലാൻ മനസ്സിൽ വെച്ചിട്ട് അതിന് കണക്കൂട്ടി പഠിക്കുക ടയർ 1 എക്സാമിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ മാർച്ച് മാസത്തിലാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ 112 ദിവസമാണ് ടയർ 2ന് വേണ്ടി എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പരീക്ഷ, അതായത് ഇപ്പോഴും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് വരുമെന്ന് നമ്മളടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. RRB യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് എന്ന് വേണമെങ്കിലും എക്സാം എക്സ്പെക്ട് ചെയ്യാം, എന്ന് വേണമെങ്കിലും റിസൾട്ട് പ്രതീക്ഷിക്കാം, റിസൾട്ട് വന്നാൽ കഴിഞ്ഞ ഗ്രാജുവേറ്റ് ലെവലിന് സംഭവിച്ച പോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിന്റെ PDF-നകത്തായിരിക്കും ഒക്ടോബർ 13 ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് ഞങ്ങൾ ടയർ 2ന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഗ്രാജുവേറ്റ് ലെവലിന് വന്നത്. അതുപോലെ റിസൾട്ടിന്റെ കൂടെ തന്നെ ആ PDF-ന്റെ 1ാം 4ാമത്തെ 5ാമത്തെ പോയിന്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഡേറ്റ് അവർ ഡിക്ലെയർ ചെയ്യും. അത് മോസ്റ്റ് പ്രോബ്ലി നവംബർ മാസമോ ഡിസംബർ മാസമോ ആയിരിക്കും. നവംബറിലോ ഡിസംബറിലോ എക്സാം തീരുമാനിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഗ്രൂപ്പ് ഡി എക്സാം നവംബർ 17 മുതൽ ഡിസംബർ അവസാനം വരെ, ഡിസംബർ 30, 2025 വരെ എന്ന് ഭുവനേശ്വറിൻ്റെ RRBക്കകത്ത് അവർ ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ടുണ്ട്. ആ ഭുവനേശ്വറിൻ്റെ RRBയിൽ മാത്രമാണ് ഡിസംബർ 30 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉള്ളത്. ബാക്കി എല്ലാത്തിലും എൻഡ് ഓഫ് ഡിസംബർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും ദിവസം അവർക്ക് വേണം. ഇത്രയും ദിവസം ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ടയർ 1 കണ്ടക്ട് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ആ ഡേറ്റ് നവംബർ 4 കേസിൻ്റെ അപ്ഡേറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം ഇതുവരെയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന് അപ്ഡേറ്റ് വന്ന് തീർപ്പ് കൽപ്പിച്ച് നവംബർ 17 എക്സാം കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം അവർക്ക് ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് വേണം. അതുകൊണ്ട് മാത്രമാണ് മറ്റ് എക്സാംസുകൾ അവർ ഡിലേ ആക്കി വെച്ചിരിക്കുന്നത്. നവംബർ 4 ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാം നവംബർ 17 കണ്ടക്ട് ചെയ്യില്ല എന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ALP പരീക്ഷ, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം തുടങ്ങിയ പരീക്ഷകളെല്ലാം തന്നെ ഈ ഒരു കാലയളവിൽ നവംബർ മാസം മുതൽ ഡിസംബർ 2025 തന്നെ അവരെന്ത് ചെയ്യും, നടത്തി തീർക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു ഡേറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പഠിക്കുക. ഈ വർഷത്തെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം പഠിക്കാനിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, എനിക്കറിയാം പഠിക്കാനിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം നീണ്ടു പോകുന്നത്, എക്സാമിൻ്റെ ഡേറ്റിനകത്ത് ഒരു വ്യക്തത ഇല്ലാത്തത്, നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന, നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയുന്ന, നിങ്ങൾക്ക് പഠിക്കാനുള്ള ത്വര നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം ലൈൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. 120 ദിവസമാണ് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ട സിലബസ് പഠിക്കാനും അത് റിവൈസ് ചെയ്യാനും അതിന് വേണ്ട ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഉള്ള നിങ്ങളുടെ മുന്നിലെ ദിവസം. 120 ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ പോവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പം തൊട്ടേ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 120 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ എക്സാമിന് വേണ്ടി പാകപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റുകളെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. CBT 1 എക്സാം ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മുതൽ മാർച്ച് മാസം വരെയാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ മാസം തന്നെയാണ് ഗ്രാജുവേറ്റുകാർ, മാർച്ച് മാസം അണ്ടർ ഗ്രാജുവേറ്റുകാരും എക്സ്പെക്ട് ചെയ്യുക. CBT 2ൻ്റെ ഡേറ്റുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ RRBയുടെ എന്താ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വക്താവല്ല. RRB എത്രയായിരിക്കും ഡേറ്റ് പറയുക എന്നുള്ളതിന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കുക. 120 എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷറിയാണ്. ചിലപ്പോൾ 100 ദിവസത്തിനൊക്കെ പരീക്ഷ നടത്താം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, സെക്ഷൻ കൺട്രോളറിൻ്റെ പരീക്ഷ എന്നായിരിക്കും എന്നുള്ളത്. ALP ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3 അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്ഷൻ കൺട്രോളർ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ജനുവരി മാസം ഈ ഒരു
ഞാൻ നേരത്തെ പറഞ്ഞ ആ കേസിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ തന്നെ സെക്ഷൻ കൺട്രോളർ പോലുള്ള ഒരു പരീക്ഷ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗ്രാജുവേറ്റ് NTPC ഗ്രാജുവേറ്റിന് മുന്നേ തന്നെ സെക്ഷൻ കൺട്രോളറിൻ്റെ എല്ലാ പ്രോസസ്സും അവർ തീർക്കും. അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ കൂടെ തന്നെ അധികമായിട്ടുള്ള ആ വേക്കൻസി ആഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഒറ്റ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം സെയിം സിലബസ് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് തന്നെയാണ് സെക്ഷൻ കൺട്രോളർ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നുള്ളത്. സെയിം സിലബസ് ആണെന്നല്ല, സെയിം ഒരു കാറ്റഗറിയിലേക്കാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഉള്ളത് കൊണ്ടാണ് സെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു പരീക്ഷയായിട്ട് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, RRBയുടെ ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 120-150 ദിവസം മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ടയർ 1 എക്സാമിന്. ടയർ 1നും ടയർ 2നും ഇടയിൽ 100-120 ദിവസം മാക്സിമം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഏത് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്പർ മനസ്സിൽ വെച്ച് നിങ്ങൾ പഠിക്കുക. പരമാവധി നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് 100-day സ്റ്റഡി പ്ലാൻ ആണ്. 100 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ തന്നെ പാകപ്പെടുത്തിയെടുത്താൽ നിങ്ങൾ സെറ്റായിരിക്കും. കാരണം എന്താ, 100 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 20 ദിവസമാണോ 30 ദിവസമാണോ 50 ദിവസമാണോ എത്രയാണ് എക്സ്ട്രാ കിട്ടുന്നത്, അത് റിവിഷന് വേണ്ടിയും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ഈ സെഷനകത്ത് പറയാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഭാഗമായി ഈ വർഷം റെയിൽവേയിൽ ഒരു ജോലി നേടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഈ വർഷം തന്നെ നമുക്ക് ജോലിയിൽ നേടാം സ്കോറിനോടൊപ്പം.